ഞാൻ എവിടെയാണ് പോകുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. വേറെ എവിടെയല്ല, നാട്ടിലോട്ട് പോവാണ്. എൻ്റെ ഫാമിലിയിലൊരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും പോയാലേ പറ്റും. അപ്പോൾ ഞാൻ ഒരു ഷോപ്പിൽ കയറി ചായയും കുറച്ച് സ്നാക്സൊക്കെ വാങ്ങുന്നുണ്ട് ട്രെയിനിൽ ഇരുന്ന് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അന്നേരമാണ് മനസ്സിലാക്കുന്നത് എൻ്റെ ട്രെയിൻ 2.5-3 മണിക്കൂർ ഡിലേ ആണെന്നുള്ള ആ ഒരു സത്യം. അന്നേരം ഞാൻ ഈ പാളത്തിൽ കൂടി ഇങ്ങനെ വെയിലത്ത് നടന്നു പോകുന്നേരം എൻ്റെ ഫ്രണ്ട് വീഡിയോ എടുത്തു. അന്നേരം അവൾ പറഞ്ഞു നീ നടക്ക്, ഞാൻ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവളെ കൊണ്ട് വീഡിയോ ഒക്കെ എടുപ്പിച്ചു. ആ നേരം ആ വെയിലത്തൂടി ഇങ്ങനെ നടന്ന് പോവുകയാണ് ഗൈസ്. എന്തൊരു ചൂടാണെന്നറിയോ, നല്ല വെയിലായിരുന്നു. എന്നിട്ട് അവൾ തിരിച്ച് പോകുന്ന കാരണം പ്ലാറ്റ്ഫോം ടിക്കറ്റും ഒക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ 3-4 കസിൻസൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലെനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും അതിൽ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഹാപ്പി ആയി അവരിങ്ങനെ കുറേ സപ്പോർട്ട് ചെയ്തൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ട്രെയിനിൽ എനിക്ക് വേണമെങ്കിൽ പോകാൻ നാട്ടിൽ, പക്ഷേ ഇതിൽ ജനറൽ മാത്രമേ ഉള്ളൂ. അത് കാരണം ഞാൻ കയറിയില്ല. എൻ്റെ ട്രെയിൻ ഇതും തമ്മിൽ 10 മിനിറ്റിന് വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ആ നേരം പിന്നെ ഞാൻ ചാടി വലിഞ്ഞ് എൻ്റെ ട്രെയിനിൽ തന്നെ കയറി. സ്ലീപ്പർ ആവുമെന്ന് പറഞ്ഞാൽ സീറ്റ് ഇട്ടൂടെ നമുക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എൻ്റെ നാട്ടിൽ എത്തി ഗായ്സ്. അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെ ആയിരുന്നു കേട്ടോ. സീരിയസ്ലി ഭയങ്കരമായിട്ട് നമ്മളെ നാട്ടിൽ എവിടെ പോയാലും പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ കേരളത്തിന് പുറത്ത് പോയിട്ട് കേരളത്തിലെത്തുമ്പോൾ ഒരു ഫീലാണ്, അതേപോലെയാണ് ഇപ്പോൾ നാട്ടിലെത്തുമ്പോൾ ഒരു ഫീലാണ്. അപ്പം കപ്പലുണ്ടിക്ക് വാങ്ങിച്ച് ഇങ്ങനെ ഞാൻ ബസ്സിൽ കുത്തിയിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര തിരക്കും ഒക്കെ ആയിരുന്നു ആ നേരം. ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഭയങ്കര ബോറൊക്കെ ആയിരുന്നു, ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ കുറേ കാര്യങ്ങളായിരുന്നു. ഞാൻ എൻ്റെ ഹോം ടൗൺ എത്തി ഗൈസ്. എന്തു പറയണം എനിക്കറിയില്ല, കാരണം ഞാൻ ഒരുപാട് ടയേർഡായിരുന്നു ആ ടൈമിൽ. അത്രയ്ക്കും ഭയങ്കര ടയേർഡായിപ്പോയി. കാരണം രാവിലെ ഒന്നും കഴിക്കാണ്ടൊക്കെ ഇറങ്ങി. ഇങ്ങനെ ഞാൻ എൻ്റെ വല്യമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഷാർജയൊക്കെ കുടിച്ച് ഓട്ടോയിൽ കയറി പോവാണ് ഗൈസ്. ബൈ.